തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ താമസിച്ചിരുന്ന ദമ്പതികൾ പരസ്പര സ്നേഹത്തിൻ്റെ മാതൃകാമണികളായിരുന്നു അവർ. ഒരു ദിവസം നീണ്ട യാത്രയ്ക്കൊരുങ്ങിയ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ പുറത്തോട്ടിറങ്ങരുത്. ഭർതൃകൽപ്പനകൾ ശിരസാവഹിക്കാൻ പ്രതിജ്ഞാബദ്ധയായി ആയിരുന്നു ആ പെണ്ണ്. അവൾക്ക് ആവശ്യമായ വേലക്കാരും സാധന സാമഗ്രികളും ഒരുക്കി കൊടുക്കുന്ന സ്നേഹധന്യനായ ഭർത്താവിനെ അവൾ എങ്ങനെ അനുസരിക്കാതിരിക്കും? ഭർത്താവ് പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. തൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് അവളോട് പറഞ്ഞു, നിന്റെ പിതാവിന് അസുഖം ബാധിച്ചിരിക്കുന്നു, കാണാൻ കൊതിയുണ്ടെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട്. പെണ്ണിത് കേട്ടപ്പോൾ വിഷമമായി. ഉപ്പയെ കാണണം, പക്ഷേ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് എങ്ങും പോകരുതെന്നാണ്. ഉപ്പ താമസിക്കുന്നത് അധികം ദൂരത്തല്ല, തൻ്റെ വീടിൻ്റെ അല്പം താഴെയാണ്. ഒന്ന് പോയെന്ന് കരുതി ഭർത്താവ് ചൊടിച്ചു കൊള്ളണമെന്നില്ല. ഭർത്താവിൻ്റെ പൊരുത്തം ഭാവിക്കുന്നെങ്കിൽ പോകാവുന്നതാണ്. എന്തു ചെയ്യണം? അവൾ പരുങ്ങലിലായി. ഒടുവിൽ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചു. പിതാവിനെ കാണാൻ താഴെ ഇറങ്ങാമോ എന്നന്വേഷിക്കുവാനാണ് ആളെ പറഞ്ഞയച്ചത്. നബിതങ്ങൾ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, മോളെ, നീ നിൻ്റെ ഭർത്താവിനെ അനുസരിക്കുക. പെണ്ണ് ഭർത്താവിനെ ധിക്കരിച്ചില്ല. പിതാവിൻ്റെ രോഗശമനത്തിനായി പ്രാർത്ഥനാ നിരതയായി. അങ്ങനെ ആ പെണ്ണ് കാണാൻ പോയില്ല. അയാൾ മരണപ്പെട്ടു. ആളുകൾ വന്ന് പിതാവിൻ്റെ മരണവിവരം പറഞ്ഞു. അവൾ വിങ്ങിപ്പൊട്ടി. പക്ഷേ അവസാനമായി ഉപ്പയെ ഒന്ന് കാണണം. കാണാൻ എങ്ങനെ പോകും? എങ്ങും പോകരുതെന്നല്ലേ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്? ഒടുവിൽ അവൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വീണ്ടും ആളയച്ചു. ബാപ്പയെ കാണാൻ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നബി പറഞ്ഞു, നീ ഭർത്താവിനെ അനുസരിക്കുക. അവൾ ആജ്ഞ പാലിച്ചു. അവൾ പോയില്ല. പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച് വീട്ടിൽ കഴിഞ്ഞുകൂടി. അല്പസമയം കഴിഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, മോളെ, നീ സന്തോഷിക്കുക. നിൻ്റെ പിതാവിന് അള്ളാഹു പൂർണ്ണ മാപ്പ് നൽകിയിരിക്കുന്നു. നീ നിൻ്റെ ഭർത്താവിനെ അക്ഷരം പ്രതി അനുസരിച്ചതിൻ്റെ പേരിലാണത്രേ പിതാവിനെ മാപ്പാക്കിയിട്ടുള്ളത്. ഇതുകൊണ്ട് ഇത് കേട്ടിട്ട് ആ പെണ്ണ് തുള്ളിച്ചാടി തൻ്റെ പിതൃദുഃഖങ്ങൾ പെയ്തൊഴിഞ്ഞു. ഭർതൃസ്നേഹം ശതഗുണീഭവിച്ചു.